മാസ്മരിക ഫുട്ബോളിന്റെ മനോഹാരിതയുമായി അവതരിച്ച മഷിഹായുടെ ചുമലിലേറി 2026 ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് കുതിച്ചു കയറിയിരിക്കുകയാണ് ടീം അർജന്റീന. ചില കഥകൾ അങ്ങനെയാണ്, എഴുതിത്തീർന്നുവെന്ന് ലോകം വിധിയെഴുതുമ്പോഴായിരിക്കും അതിലെ നായകൻ വിസ്മയങ്ങളുടെ പുതിയ അധ്യായം തുറക്കുന്നത്. ഫുട്ബോൾ ചരിത്രത്തിന്റെ താളുകളിൽ എത്രയോ രാജാക്കന്മാരും ചക്രവർത്തിമാരും വന്നു പോയിട്ടുണ്ട്. എന്നാൽ കാലം തന്റെ കൈപ്പടയിൽ ഒരൊറ്റ പേര് മാത്രമേ തങ്കലിപികളിൽ കോറിയിട്ടിട്ടുള്ളൂ: ലയണൽ ആൻഡ്രസ് മെസ്സി. അയാളെ തളർത്തുവാൻ എതിരാളികൾ തന്ത്രങ്ങൾ പലതും മെനഞ്ഞു. പ്രായം അയാളെ കീഴ്പ്പെടുത്തുമെന്ന് പ്രവചിച്ചവർ സാങ്കേതികതയുടെ കണക്കുകൾ നിരത്തി. എന്നാൽ കാൽപാദങ്ങളിൽ കാന്തിക ശക്തി ഒളിപ്പിച്ച ആ മാന്ത്രികൻ പുൽമൈതാനങ്ങളിൽ പന്തുമായി ഇറങ്ങിയപ്പോൾ തിരുത്തപ്പെട്ടത് ഫുട്ബോളിന്റെ ചരിത്ര പുസ്തകം മാത്രമായിരുന്നില്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ നെഞ്ചിലെ പ്രാർത്ഥനകളായിരുന്നു. വീണുപോയി എന്ന് പറഞ്ഞിടത്ത് നിന്ന് വിറയാർന്ന കാലുകളുമായി അയാൾ എങ്ങനെയാണ് സിംഹാസനത്തിലേക്ക് നടന്നു കയറിയത് എന്ന് തീർച്ചയായും പരിശോധിക്കണം. 4 വർഷങ്ങൾക്ക് പിൻപിൽ ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയം. ഒരു വശത്ത് നിലവിലെ ചാമ്പ്യന്മാരായ ഫ്രാൻസ്, മറുപുറത്ത് തന്റെ അവസാന ലോകകപ്പ് കളിക്കുന്ന മെസ്സിയും കൂട്ടരും. ഫുട്ബോൾ ലോകം ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നാടകീയമായ ചോര തിളയ്ക്കുന്ന 120 മിനിറ്റുകൾ. കിലിയൻ എംബാപ്പെ എന്ന ഫ്രഞ്ച് കൊടുങ്കാറ്റ് അർജന്റീനയുടെ നെഞ്ചിലേക്ക് ഗോളുകൾ അടിച്ചു കയറ്റിയപ്പോൾ ലോകം വിചാരിച്ചു മെസ്സിയുടെ സ്വപ്നങ്ങൾ അവിടെ പൊലിഞ്ഞമർന്നുവെന്ന്. പക്ഷേ അവിടെയാണ് യഥാർത്ഥ ക്യാപ്റ്റനായി അയാൾ വീണ്ടും വെളിപ്പെട്ടത്. കളി കൈവിട്ടു പോകുമെന്ന് തോന്നിയ നിമിഷങ്ങളിലെല്ലാം സഹതാരങ്ങളുടെ തോളിൽ തട്ടി അയാൾ പറഞ്ഞു, നമ്മൾ തോൽക്കില്ല, നമ്മൾ തോൽക്കില്ല. എക്സ്ട്രാ ടൈമിൽ ഫ്രഞ്ച് ഡിഫൻഡർമാരുടെ കാവൽ ഭേദിച്ച് മെസ്സി ആ പന്ത് വലയ്ക്കുള്ളിലേക്ക് തള്ളിയിടുമ്പോൾ സ്റ്റേഡിയം മാത്രമല്ല, ഒരു ഭൂഖണ്ഡം മൊത്തമാണ് പൊട്ടിത്തെറിച്ചത്. പെനാൽറ്റി ഷൂട്ടൌട്ടിലെ ആദ്യ കിക്കെടുക്കുവാൻ അയാൾ വരുമ്പോൾ അയാളുടെ മുഖത്ത് ഭയമല്ലായിരുന്നു കണ്ടത്, പകരം ദൈവനിയോഗം നിറവേറ്റുവാൻ വന്നൊരു ദൈവദൂതന്റെ ശാന്തതയായിരുന്നു. ആ രാത്രിയിൽ ഫ്രാൻസിനെ തകർത്ത് അയാൾ ആ സ്വർണ്ണ കിരീടം വാനിലേക്ക് ഉയർത്തുമ്പോൾ അത് വെറുമൊരു കപ്പ് മാത്രമായിരുന്നില്ല, ഫുട്ബോൾ എന്ന കളിയോട് കാലം ചെയ്ത ഏറ്റവും മനോഹരമായൊരു കാവ്യനീതി കൂടിയായിരുന്നു അത്. എന്നാൽ കഥ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഒരു ലോകകപ്പ് ജയിച്ചാൽ തീരുന്ന വിശപ്പായിരുന്നില്ല അയാളുടേത്. പുതിയ ലോകകപ്പിന്റെ പടയോട്ടം തുടങ്ങിയപ്പോൾ പലരും കരുതി പ്രായത്തിന്റെ വെല്ലുവിളിയിൽ മെസ്സി ഇനി തളർന്നു പോകുമെന്ന്. അയാൾ കളിക്കളത്തിൽ വെറും കാഴ്ചക്കാരൻ മാത്രമായി പോകുമെന്ന്. അതെ, പ്രായം കൂടുകയാണ്, ഓട്ടത്തിന്റെ വേഗത കുറയുകയുമാണ്. എന്നാൽ ഇപ്പോഴും അയാൾ കളി വായിക്കുന്ന ബുദ്ധി, പാസിന്റെ കൃത്യത, ടീമിന്റെ ആത്മവിശ്വാസം ഉയർത്തുന്ന നേതൃത്വം, ഇവയെല്ലാം ലോകത്തെ ഞെട്ടിച്ചു. കാരണം അത് ലോകോത്തരങ്ങളായിരുന്നു. മെസ്സി കളിക്കുന്ന ഓരോ മത്സരവും ചരിത്രത്തിന്റെ മറ്റൊരു അധ്യായമാണ്. ഈ വേൾഡ് കപ്പിന്റെ തുടക്കം മുതൽ അയാൾ കാണിച്ച പോരാട്ട വീര്യം അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. റാങ്കിങ്ങിൽ പിൻപിലുള്ളവരെങ്കിലും ശാരീരികമായി കടുത്ത പ്രതിരോധം തീർക്കുന്ന ടീമുകൾ അർജന്റീനയെ ഞെട്ടിക്കാൻ ഉറച്ചു തന്നെയാണ് ഇക്കുറി രംഗത്തിറങ്ങിയത്. മെസ്സിയെ പൂട്ടുവാൻ കളിക്കളത്തിൽ അവർ കാവൽ ഭടന്മാരെ നിർത്തി. ഒന്നിനു പകരം 3-4 കളിക്കാർ അയാളെ വളഞ്ഞു. പക്ഷേ ഇടുങ്ങിയ ഇടങ്ങളിൽ ജീവിക്കുന്ന ഒരു മാന്ത്രികന് എന്തു പ്രതിരോധം! മൈതാനത്തിന്റെ മധ്യത്തിൽ നിന്നും പന്ത് സ്വീകരിച്ച് ശരീരത്തിന്റെ ഒരു ചെറിയ ചരിവ് കൊണ്ട് മാത്രം എതിരാളികളെ ഒന്നൊന്നായി വെട്ടിയൊഴിഞ്ഞ് അയാൾ മുന്നേറിയപ്പോൾ ചെറിയ ടീമുകളുടെ വമ്പൻ തന്ത്രങ്ങളെല്ലാം വെറും ജലരേഖകളായി മാറി. സ്വന്തമായി ഗോളടിക്കുന്നതിനേക്കാൾ യുവതാരങ്ങളായ എൽസോ ഫെർണാണ്ടസിനും അൽവാരസിനും കൃത്യതയാർന്ന പാസുകൾ നൽകി കളി നിയന്ത്രിക്കുന്ന ഒരു ക്രാഫ്റ്റ്സ്മാനായി അയാൾ അവിടെ മാറുകയായിരുന്നു. ചെറുപ്പക്കാരെ പോലെ അയാൾ ഗ്രൗണ്ടിൽ ഓടി നടന്നു. ഓരോ ടാക്ലിങ്ങിനെയും പുഞ്ചിരിയോടെ നേരിട്ടു. ഫുട്ബോളിന്റെ ഈറ്റില്ലമെന്ന് അവകാശപ്പെടുന്ന ഇംഗ്ലണ്ട് തങ്ങളുടെ യുവനിരയുടെ കരുത്തിൽ അർജന്റീനയെ വീഴ്ത്തുവാൻ സർവ്വസന്നാഹങ്ങളുമായാണ് എത്തിയത്. ജൂഡ് ബെല്ലിംഗ്ഹാമും കൂട്ടരും മെസ്സിയെ ശാരീരികമായി നേരിടുവാൻ തന്നെയാണ് തീരുമാനിച്ചത്. പെനാൽറ്റി ബോക്സിന് മുമ്പിൽ അയാളെ നിലം പരിശാക്കുവാൻ അവർ പലവട്ടം ശ്രമിച്ചു. ഇംഗ്ലീഷ് പരിശീലകൻ തന്റെ തന്ത്രങ്ങളെല്ലാം മെസ്സി എന്നൊരൊറ്റ പേരിന് ചുറ്റിലും നെയ്തുകൂട്ടി. പക്ഷെ അവർ മറന്നുപോയത് ഒന്നു മാത്രമായിരുന്നു: അയാൾ മനുഷ്യർ നിർമ്മിച്ച തന്ത്രങ്ങൾക്കപ്പുറത്തുള്ള ഒരു പ്രതിഭയാണ് എന്ന്. ഇടതുമൂലയിലൂടെ ഇംഗ്ലീഷ് പ്രതിരോധത്തിന്റെ നെഞ്ചിലേക്ക് അയാൾ ഒരു തുരങ്കം തന്നെ തുരന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ഇംഗ്ലീഷ് ഡിഫൻഡർമാർ പരക്കം പാഞ്ഞു. 9 ഉഗ്രൻ ട്രിബിളിങ്ങുകൾ, 59 കൃത്യതയാർന്ന പാസുകൾ. ഇംഗ്ലണ്ടിന്റെ കരുത്തൻ കോട്ടയെ അയാൾ വെറും 9 ട്രിബിളുകൾ കൊണ്ട് ചിഹ്ന ഭിന്നമാക്കി. ഒടുവിൽ ആ പ്രതിരോധത്തിന്റെ പൂട്ടുപൊളിച്ച് അയാൾ നൽകിയ ആ 2 മാന്ത്രിക അസിസ്റ്റുകൾ, അതിലൂടെയാണ് എൻസോയും ലൗട്ടാരോയും ഇംഗ്ലണ്ടിന്റെ വല തുളച്ചത്. തന്റെ കരിയറിൽ ആദ്യമായി ഇംഗ്ലണ്ടിനെതിരെ കളിക്കുവാൻ ഇറങ്ങിയ 39-കാരനായ ആ മനുഷ്യൻ ഇംഗ്ലണ്ടിനെ ഫുട്ബോൾ പഠിപ്പിച്ചു മടക്കിയ രാത്രിയായിരുന്നു അത്. മത്സരശേഷം കണ്ണീരോടെ വിതുമ്പിയ സഹതാരത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ അയാൾ വെറുമൊരു കളിക്കാരനായിരുന്നില്ല, അവരുടെ ജീവനായിരുന്നു. ഈ ആകാശത്തിന്റെ കീഴിൽ ഏത് മണ്ണും അയാൾക്ക് സമമാണ്. ന്യൂയോർക്ക് ആയാലും ലണ്ടൻ ആയാലും ഖത്തർ ആയാലും ആ 10-ാം നമ്പർ ജേഴ്സി ധരിച്ച അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് കളി കാണാൻ മാത്രമേ അനുവാദമുള്ളൂ. 8 ലോകകപ്പ് ഗോളുകളും 4 അസിസ്റ്റുകളുമായി മെസ്സി ഇന്നും മുൻപോട്ട് കുതിക്കുമ്പോൾ എംബാപ്പെമാരും ബെല്ലിംഗ്ഹാംമാരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. ഫുട്ബോൾ ലോകത്തെ മന്ത്രവാദികളും ഗൂഢാലോചനക്കാരും അസൂയാലുക്കളും അല്പം മാറി നിൽക്കുക. കാരണം ഇത് തീക്കാറ്റാണ്.
ഫുട്ബോൾ ദൈവങ്ങൾ നമുക്കായി കാത്തുവച്ച ആ 90 മിനിറ്റുകൾ അവസാന ശ്വാസം വരെയും ആസ്വദിക്കുക. കാരണം ലയണൽ മെസ്സി എന്ന ഈ അത്ഭുതം നമ്മുടെ തലമുറയിലാണ് ജീവിച്ചിരുന്നത് എന്ന് പറയുന്നത് തന്നെ വരുന്ന തലമുറകളോട് നമുക്ക് പറയാവുന്ന ഏറ്റവും വലിയ അഹങ്കാരമാണ്.